എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കീം 2026 ഓപ്ഷൻ രജിസ്ട്രേഷൻ സംബന്ധിച്ച് കൂടുതൽ വിശദമായ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെയുള്ള അപ്ഡേറ്റുകൾ യഥാക്രമത്തിൽ നിങ്ങളിലേക്ക് എത്തുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വച്ചേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ വർഷത്തെ കീം റാങ്ക് ലിസ്റ്റ് വന്നതിന് പിന്നാലെ നിരവധി അധികം കുട്ടികളാണ് അടുത്ത ഘട്ടമായ ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്നു മുതൽ ആരംഭിക്കുമെന്ന് നിരന്തരമായി ചോദിക്കുന്നത്. നമുക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ലഭിച്ച പുതിയ വിവരങ്ങൾ അനുസരിച്ച് ഈ വർഷത്തെ കീമിന്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ മുന്നോടിയായി കാറ്റഗറി റാങ്ക് ലിസ്റ്റ് മാത്രമേ പ്രസിദ്ധീകരിക്കാനുള്ളൂ. അത് വരുന്ന മണിക്കൂറിൽ തന്നെ പ്രസിദ്ധീകരിക്കാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ കീമിന്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ 2 ദിവസത്തിനുള്ളിൽ ആരംഭിക്കും. അതായത് ജൂൺ 30 തന്നെ ആരംഭിക്കാൻ സാധിക്കുമെന്നാണ് കീമിന്റെ കണക്കുകൂട്ടൽ. ഇനി ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പറയുന്നതിന് മുൻപ് ഇപ്പോൾ നിങ്ങളുടെ കീമിന്റെ ഒഫീഷ്യൽ റാങ്കുകൾ എല്ലാം അറിഞ്ഞ സാഹചര്യത്തിൽ ആ റാങ്കുകൾ വച്ച് ഏതൊക്കെ കോളേജുകളിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളിൽ അഡ്മിഷൻ ലഭിക്കുവാൻ സാധ്യത ഉണ്ടെന്ന് അറിയുവാൻ കോളേജ് ദോസ്ത് അവരുടെ പ്ലാറ്റ്ഫോമിലൂടെ അവസരം നൽകുന്നുണ്ട്. അതിൽ നിങ്ങളുടെ റാങ്കും കാറ്റഗറിയും സെലക്ട് ചെയ്താൽ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുവാൻ സാധ്യതയുള്ള എല്ലാ കോളേജുകളും ഡിപ്പാർട്ട്മെന്റുകളും അറിയുവാൻ സാധിക്കും. ലിങ്ക് വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകിയിട്ടുണ്ട്. പരമാവധി എല്ലാ കുട്ടികളും യൂസ് ചെയ്യുക. അപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിക്കുമ്പോൾ പരമാവധി ഒരാഴ്ച മാത്രമേ കാലാവധി കീം ഓപ്ഷൻസ് നൽകുകയുള്ളൂ. ഇതുകൂടാതെ ഓപ്ഷൻ രജിസ്ട്രേഷൻ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ടതുമായ കാര്യങ്ങൾ സംബന്ധിച്ച് വരുന്ന ദിവസങ്ങളിൽ തന്നെ ഞങ്ങൾ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. കീം സംബന്ധമായ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉള്ളവരാണെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. ഒപ്പം കോളേജ് ദോസ് എന്ന പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുവാനും ശ്രമിക്കുക. നന്ദി.